എല്ലാവർക്കും നമസ്കാരം. ജയ് ഗുരുദേവ്. കണ്ണുകളടച്ച് നട്ടെല്ല് നിവർത്തി വെച്ചിരിക്കാം. 3 പ്രാവശ്യം ഓംകാരം ചൊല്ലാനായിട്ട് തയ്യാറാവാം. സാധാരണ ശ്വാസകത്തേക്കും ശ്വാസം പുറത്തേക്ക്. ഓംകാരം ചൊല്ലാനായി ദീർഘശ്വാസം എടുക്കാം. ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? യെസ്. ശരിക്കും പറയണം. ശരിക്കും സുഖമാണോ? യെസ്. ഗുഡ്. എല്ലാവരും ഇന്നലെ കുറേ പ്രാവശ്യം ജപിച്ചോ? ജപിക്കാൻ പറ്റിയോ? ഗുഡ്. ഓക്കെ. ഓക്കെ. അതെന്താ, ചില ആൾക്കാർ കൈപൊക്കാൻ മടിയാണോ? വീഡിയോ ഓഫ് ചെയ്തവർക്ക് അതിൻ്റെ ടെൻഷനേ ഇല്ല. ഇനി ജപിച്ചാലും ഇല്ലെങ്കിൽ അതൊന്നും പറയണ്ടല്ലോ. യെസ് യെസ് യെസ്. ഉണ്ടോ? നമുക്ക് ഇന്നലെ നമ്മളെല്ലാം പറഞ്ഞു നമുക്ക് ഇത്ര ജപിക്കണം എന്നൊക്കെ. എങ്കിലും രാവിലെ ആയപ്പോൾ അല്ലെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞപ്പോൾ മനസ്സിൽ അനാവശ്യമായ കാര്യങ്ങൾ വന്നു. പ്രയോറിറ്റി മാറി. മനസ്സിലായോ? കുറ്റം പറയല്ല. എന്താ ചെയ്ത് പറഞ്ഞിട്ട് നമുക്കങ്ങനെ മടിയൊന്നും തോന്നരുത്. അയ്യോ, ചെയ്യാത്തത് കൊണ്ട് എനിക്ക് എങ്ങനെ ഒരു ഫേസ് ചെയ്യുക, അങ്ങനെയൊന്നും തോന്നരുത്. ഇത് മനസ്സിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അതിനാണ് പറയണത്. ആർട്ട് ഓഫ് ലിവിങ്ങിൽ നമ്മൾ കോഴ്സ് കഴിയുമ്പോൾ സാധന ചെയ്യണം, നിത്യസാധന ചെയ്യണം എന്ന് പറഞ്ഞില്ല. ഒരു ദിവസം ചെയ്താൽ പോരെ. സുദർശനക്കുരിയെ ഒരു ദിവസം ചെയ്തു, നല്ല അനുഭൂതി കിട്ടി. അതോടെ നിർത്താൻ ഗുരുജി പറഞ്ഞില്ല അല്ലേ? പറഞ്ഞോ? ഞങ്ങളുടെ എല്ലാ കർമ്മവും കഴിഞ്ഞു, ഇനി സുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞോ? ഇല്ല. എല്ലാ ആഴ്ചയും പോയിട്ട് ഫോളോ അപ്പ് ചെയ്യൂ, ലോങ് ക്രിയ ചെയ്യൂ, ബാക്കി ദിവസങ്ങളിൽ വീട്ടിലിരുന്ന് ചെയ്യൂ എന്നുകൂടെ പറഞ്ഞു തന്നു. അല്ലയോ? ആണോ അല്ലയോ? കോഴ്സ് അറ്റൻഡ് ചെയ്തവർക്കറിയാം. എന്തെന്നാൽ ഈ സൂത്രശാലിയായ മനസ്സ് എപ്പോഴാണോ ഇതിന് പുറത്തൊന്ന് ചാടാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് ആലോചിച്ച് നിൽക്കുകയാണ്. ഈ സൂത്രശാലിയായ മനസ്സ് എപ്പോഴാണ് ലോകം സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് ചാടാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗ്യാപ്പ് കിട്ടിയ ചാടി അനാവശ്യമായ കാര്യങ്ങൾ തലയിൽ കയറ്റി വയ്ക്കും. ടെൻഷൻ ആവരുത് എന്ന് മനസ്സിനോട് പറഞ്ഞു നോക്കൂ. വെറുതെ ഇരുന്നിട്ട് ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ്, ഞാനൊരു കാര്യം പറയാൻ പോണ്, നിങ്ങളൊന്നും അത് കേട്ടതിന് ശേഷം ടെൻഷൻ ആവരുത്. ടെൻഷൻ ആവുകയാണെങ്കിൽ ഞാൻ പറയില്ല എന്ന് പറയാന്ന് വെച്ചോളൂ. ടെൻഷൻ ആവരുത്. കേട്ട് കഴിയുമ്പോൾ ടെൻഷൻ ആവരുത്. ആവുകയാണെങ്കിൽ ഞാൻ ഈ കാര്യം പറയുന്നില്ല എന്ന് വെച്ചാൽ, കേട്ടതിന് ശേഷമാണോ ടെൻഷൻ ആവുക, കേൾക്കുന്നതിന് മുമ്പേ ടെൻഷൻ ആവുമോ? എൻ്റെ ഭഗവാനെ, എന്തോ ടെൻഷൻ ഉണ്ട്, എന്തോ പ്രശ്നമുണ്ട് അല്ലേ? നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കൂടെ? ഒന്ന് മനസ്സേ അടങ്ങൂ, അതൊന്ന് കേട്ടോട്ടെ, എന്നിട്ട് നമുക്ക് ടെൻഷൻ ആവണോ വേണ്ടയോ അങ്ങനെയൊന്നുമില്ല. മനസ്സ് തുടങ്ങി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആണോ അല്ലയോ? ഇത് വാസ്തവമാണോ? ശരിയാണോ? ഇതുപോലെ നമ്മളിങ്ങനെ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് ലോകത്തെ കാണുമ്പോൾ എല്ലാ വഴിക്കും അതിൻ്റെ മുദ്രണങ്ങൾ, ലോകത്തെ ഓരോ കർമ്മങ്ങളുടെ മുദ്രണങ്ങൾ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല സിനിമ കണ്ടു, സിനിമയൊന്നും കാണണ്ട, വഴിയിൽ കൂടെ പോണ ആളിനെ കണ്ടാൽ പോലും അതിൽ നിന്നൊരു സാധനം കിട്ടി. ചിലപ്പോൾ
നമുക്ക് ചില ആൾക്കാരെ വഴിയിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഈ യാചകന്മാരെയും ചിലപ്പോൾ ഒരു വൃത്തിയില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഈ എന്ത് മനുഷ്യനാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പുച്ഛമില്ലേ, ആ പുച്ഛം അറിയാതെ വരുന്ന ആ പുച്ഛമില്ലേ, അത് ഉള്ളിലൊരു ഇംപ്രഷൻ, കർമ്മത്തെ സ്വീകരിച്ചെടുത്തു. ഹാർട്ട് ഓഫ് ലിവിങ്ങിൽ പറയാറുണ്ട്, അട്ട തിന്നുക എന്ന ഒരു പ്രയോഗമുണ്ട്. ഒരാളെ കുറിച്ച് ഒരാളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കർമ്മം നമ്മളിലേക്ക് വരുന്നു എന്നാണ്. അല്ലേ? ആണോ അല്ലയോ? വരും. ഞാൻ എൻ്റെ എന്ന് വെച്ചാൽ ചിലവർക്ക് ലേറ്റ് ആവും, എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം തന്നെ വരും. ഞാൻ ആരെങ്കിലും എൻ്റെ സ്റ്റുഡൻസിനെ ആണെങ്കിൽ ആരെങ്കിലും എന്താടാ നീ ഇങ്ങനെ മടിയായിട്ട് ഇരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അനുഭവം അപ്പം തന്നെ ആ ദിവസം ഞാൻ മടിയാവാൻ തുടങ്ങും. ഓ, എനിക്കിത് വന്നു തുടങ്ങി, എനിക്ക് ഇത് എന്നിലേക്ക് വന്നു. ഓ, ഇത് പറഞ്ഞതിൻ്റെയാണ്. അപ്പം ഞാൻ കുറച്ച് മടിയല്ലാതിരിക്കാൻ ശ്രമിക്കും. ഇതുപോലെ എന്താണോ നമ്മൾ പറയുന്നത്, മനസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ മനസ്സൊരു കണ്ണാടി പോലെയാണെന്ന് പറഞ്ഞു. എന്താണോ അതിൽ കൂടെ പോകുന്നത് ഇതൊക്കെ പതിയും. അപ്പം ഈ പതിയാതിരിക്കാനാണ് ജ്ഞാനം നമ്മളെ സഹായിക്കുക, ധ്യാനം നമ്മളെ സഹായിക്കുക, ജപം എന്താ ചെയ്യുക? നേരത്തെ പതിഞ്ഞു കിടന്ന ഈ പ്രിന്റുകളെയൊക്കെ കഴുകിക്കളയുന്ന ഒരു പരിപാടിയുണ്ട്. അനാവശ്യമായിട്ട് ഇങ്ങനെ പ്രിന്റ് പതിഞ്ഞ് അതാണ് കാണുക. വിളക്കൊക്കെ നമ്മൾ എല്ലാ വീട്ടിലും പണ്ട് ഇലക്ട്രിസിറ്റി ഒക്കെ പവർ കട്ട് ഉണ്ടാവുന്ന സമയത്ത് വിളക്കുണ്ട്, ഇങ്ങനെ അതിനെ കവർ ചെയ്തിട്ടൊരു ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അല്ലേ? മണ്ണെണ്ണ വിളക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു വിളക്കായിരിക്കും. അപ്പോൾ കുറേ ദിവസം ഉപയോഗിക്കുമ്പോൾ അതിൽ കരി പിടിക്കും. ആ, പിന്നീട് വിളക്കിനൊരു വെളിച്ചം ഉണ്ടാവില്ല. ഇതുപോലെ നമ്മുടെ ജീവിതവും അനാവശ്യമായ മനസ്സിൻ്റെ ഈ ഇടപെടൽ കൊണ്ട്, അനാവശ്യമായ ഇടപെടൽ എന്ന് പറഞ്ഞാൽ 90% മനസ്സ് അനാവശ്യമായിട്ട് ഇടപെടുള്ളൂ. അറിയണത് വലിയൊരു നേട്ടമാണ് കേട്ടോ. എൻ്റെ മനസ്സ് അനാവശ്യമായ കാര്യങ്ങളിൽ മാത്രമേ ഇടപെടുള്ളൂ എന്ന്. അപ്പോൾ ഇങ്ങനെ അനാവശ്യമായി ഇടപെട്ട് എന്താണ്, അനാവശ്യമായ കാര്യങ്ങളെല്ലാം ചേർത്ത് വയ്ക്കും. ഇങ്ങനെ ഇന്ന് വൈകുന്നേരം വരെ നിങ്ങൾ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാതെ ചിന്തിച്ച് വിഷമിച്ച് അങ്ങനെ പലവരിനെ കുറിച്ചും അത് ചിന്തിച്ച് ഇത് ചിന്തിച്ച് അങ്ങനെ ഓരോ ചിന്തയിൽ നിന്ന് കണക്ട് ചെയ്ത് ചങ്ങല പോലെ കണക്ട് ചെയ്ത് പല ചിന്തകളിലേക്ക് എത്തി, ചിന്തകൾ കാട് കയറുക എന്ന് പറയില്ല, ഇങ്ങനെ 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 കയറി ഇതൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് എത്ര പറയാ, ഈ നാട്ടിലൊക്കെ ഈ ഫണ്ട് എഴുതാനൊക്കെ ഒരു വലിയ ബുക്കുണ്ട്, വലിയ കട്ടിയുള്ള ബുക്ക് കണ്ടിട്ടുണ്ടോ? നാട്ടിലൊക്കെ ഈ ചെറിയ കുടുംബശ്രീയിലും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അതേപോലെ ഇങ്ങനെ നാട്ടിലെ വലിയ ബുക്ക് ഇത്ര കട്ടി ഉണ്ടാവും, ഇത്ര ഒരു വർഷത്തേക്ക് എഴുതാൻ. അത് പോരാ, നമ്മൾ ചിന്തിച്ച കാര്യങ്ങളും എല്ലാം എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് മുതൽ മനസ്സ് എന്തൊക്കെ പ്രവർത്തിച്ചു എന്ന് എഴുതി കഴിഞ്ഞാൽ അത് പോരാ, അത് കഴിയും. അത് കഴിഞ്ഞാലും നമ്മുടെ ചിന്ത ഇനിയും ബാക്കിയുണ്ടെന്നാ പറയാം. ഇത്രയും ചിന്തിച്ച് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? പേടി വന്നു കഴിഞ്ഞാൽ ചില ചില ചിന്തകൾ നമുക്ക് പേടി തരുമല്ലയോ? ചില ചിന്തകൾ, അയ്യോ ഭഗവാനെ പേടിച്ചു, അവിടെ കുറച്ച് അഡ്രിനാലിൻ ഉള്ളിൽ വന്നു, ചില സ്ട്രെസ് ഹോർമോൺ ഉള്ളിൽ സംഭവിച്ചു, അത് ഉണ്ടായി. ദുഃഖമുള്ള സമയം, സന്തോഷമുള്ളത്, ഇങ്ങനെ കോക്ടെയിൽ എന്ന് പറയും. കോക്ടെയിൽ എന്ന് കേട്ടിട്ടുണ്ടോ? ചേട്ടന്മാർക്കൊക്കെ നന്നായിട്ട് അറിയാം. വ്യത്യസ്തമായ മദ്യങ്ങളിനെ കലക്കിയിട്ട് ഒരു പ്രത്യേക രുചിയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്തൊക്കെ കലക്കുക എന്നറിയില്ല, കേട്ടത് ഞാൻ അറിഞ്ഞൊരു സംഭവമാണ്. ഇതുപോലെ ഉള്ളിലുള്ള ഈ ഹോർമോണുകളുടെ കോക്ടെയിൽ ഉള്ളിലുണ്ടാവും. ഇതെങ്ങനെയെന്ന് വെച്ചാൽ വെറുതെ ഇരുന്നാലും കൈ ഇങ്ങനെ ഇട്ട് അടിക്കും, എന്താ ചെയ്യാന്ന് അറിയാതെ. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഒരു ഭാഗത്ത് ഇരുന്നാൽ ഒട്ടില്ല, ആകെ സ്ട്രെസ്, ടെൻഷൻ. പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, ആകെ ഒരു മൂഡ് ഓഫ്, ആകെ ഒരു ടെൻഷൻ, ആകെ ഒരു വേവലാതി, ആകെ ഒരു വിഷമം. ആശുപത്രി പോയി ഡോക്ടറോട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒന്നുമില്ല, ടെൻഷൻ അടിക്കാതിരിക്കുന്നു. അത് പറ്റണില്ല, എനിക്ക് ടെൻഷൻ അടിക്കാതിരിക്കാൻ പറ്റണില്ല. ഇതുപോലെ അനാവശ്യമായ കാര്യങ്ങളെല്ലാം നമ്മളെ അനുനിമിഷം നമ്മളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കണം. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചേർത്ത സാധനങ്ങളൊക്കെ ഇത് തിരിച്ചു വരും. അപ്പോഴാണ് ജ്ഞാനത്തിന്റെ കണ്ണ്. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരും മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അജ്ഞാനമാകുന്ന തിമിരം മാറ്റി ജ്ഞാനമാകുന്ന അഞ്ജനം പുരട്ടി നമ്മുടെ കാഴ്ച പുനഃസ്ഥാപിക്കുന്ന പരിപാടി. അയാളെ കണ്ണ് ഡോക്ടറിനെയാണ് ഗുരു എന്ന് പറയുന്നത്.
എന്ന് വെച്ചാൽ ശരിയായ ദർശനം. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അയാൾ മോശമായി ബിഹേവ് ചെയ്തു, അയാളുടെ രൂപഭാവങ്ങൾ ശരിയില്ല, അയാളുടെ സ്വഭാവം ശരിയില്ല, അയാളുടെ കർമ്മമാണ് തിരിച്ചറിവ്. അല്ലേ? ആ വ്യക്തിയെ കാണുമ്പോൾ ഐ എന്താ ഇങ്ങനെ, ഷോ ഒന്ന് അകന്നു പോകൂ, മാറിപ്പോകൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം എടുത്തു. എന്ത് വേണം? Yes. കാരുണ്യം, സ്നേഹം, സന്തോഷം. ഓക്കെ, പോട്ടെ, അയാളുടെ കർമ്മം കൊണ്ട് അയാൾ അങ്ങനെ ആയിപ്പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞു. ഇതുപോലെ എല്ലാവരിലും കാണണം. ഇന്നത്തെ വരികളിൽ പറയണു, എൻ്റെ ഉള്ളിലുള്ളതും നിന്റെ ഉള്ളിലുള്ളതും ഒരേ വിഷ്ണുവാണ് എന്നുള്ളത്. എന്താണ്? ഭഗവാൻ. എൻ്റെ ഉള്ളിലുള്ള ആത്മചൈതന്യവും നിന്റെ ഉള്ളിലുള്ള ആത്മചൈതന്യവും ഒന്ന് തന്നെയാണ്. ഇതറിയാതെ നീ എന്തിനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇതറിയാതെ നീ എന്തിനാണ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണത്, എന്നോട് ദേഷ്യപ്പെടണത് എന്നത്. ഇത് തിരിച്ചറിവില്ലാതെ അങ്ങനെ പറ്റുമോ നമുക്ക് എല്ലാവരിലും ഭഗവാനെ കാണാൻ? ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓ പിന്നെ എനിക്ക് പറ്റും സാറേ, ഞാൻ ജപിക്കുന്ന ആളാണ്, എനിക്ക് ഇന്ന് ഭഗവാനെ കാണാം എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് സെഷൻ ഓഫ് ചെയ്യുമ്പോൾ ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാർ തലകീഴായിട്ട് നിൽക്കും, ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാർ തലകീഴായിട്ട് നിൽക്കും. ഇനി അവരൊക്കെ നന്നായി നിൽക്കുകയാണെങ്കിൽ സ്വന്തം കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല. ഇനി സ്വന്തം കുട്ടി ശരിയാക്കിയാണെങ്കിൽ നമ്മുടെ സ്വന്തം പട്ടി പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം നമുക്ക് അവരെ സ്വീകരിക്കാൻ പറ്റുമോ? പറ്റുമോ? ഈ സാധനത്തിനെ കൊണ്ട് ഇത് ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എക്സാമ്പിളാണ്. ഞാൻ എന്ന് ഈ 5 പോയിന്റുകൾ ഗുരുജി പറഞ്ഞത്, ആർട്ട് ഓഫ് ലിവിങ് ടീച്ചറായി, ഭഗവാൻ ഇനി ടീച്ചറായി, ഇത് നമ്മൾ പ്രവർത്തിപ്പിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഞാൻ ഇന്ന് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തി തലകീഴായിട്ട് നിൽക്കും. ഒരു വഴിക്കും ഇയാളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതുപോലെ നിൽക്കും. മനസ്സിലായോ? അവിടെ അയാളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ജയിച്ചു. പറ്റുകയില്ല. മനസ്സിലായോ? നമ്മൾ എത്ര ജ്ഞാനത്തോടെ പോയാലും അയാൾ തലകീഴായിട്ട് നിൽക്കും. അവിടെയാണ് ചലഞ്ച്. അപ്പോൾ എന്ത് വേണം? അപാര ജ്ഞാനശക്തി വേണം, അപാര സ്നേഹം വേണം, അപാരമായിട്ട് ഇത് തിരിച്ചറിവ് വേണം. ഓ ഈശ്വര, ഇതെൻ്റെ മുന്നിലൊരു ചലഞ്ച് തന്നതിൽ ഇയാളെ സ്വീകരിക്കാനുള്ള ഇത് തരണേ എന്ന് പറഞ്ഞിട്ട് നാരായണ നാരായണ എന്ന് പറയും. തിരിച്ചിങ്ങനെ ഉള്ളിൽ നിന്നുള്ളൊക്കെ സരസ്വതി വാക്കുകളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? നാരായണ നാരായണ, ജയ് ഗുരുദേവ് എന്ന് പോയിട്ട് വാ, നാളെ ഞാൻ പറയാമെന്ന്, അല്ലേ? അല്ലെങ്കിൽ ഓം നമ ശിവായ എന്ന് പറയും. ഓം നമ ശിവായ, പോയിട്ട് വാ എന്നല്ലേ? ഇത് 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 ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് അറിയണില്ല. അപ്പൊ ഇതുപോലെയൊക്കെ സംഭവിക്കും മനസ്സിനിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജപവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ തത്വം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരിലും നിൽക്കുന്ന ഏകതത്വം, ഒറ്റ തത്വം, ഒറ്റ ചൈതന്യം, അത് തിരിച്ചറിയാൻ ഒരു ശ്രമം നടത്തുക. സ്വാധ്യായം, ശ്രമം നടത്തുക. ഓക്കെ, ഇയാളിൽ ഇതാണ്. ഭഗവത്ഗീത ഞാൻ പറഞ്ഞില്ലേ, ഭഗവത്ഗീത ഒന്നും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പടം നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഭഗവത്ഗീത തുറന്നു നോക്കി. അച്ഛൻ നിറയെ ഭഗവത്ഗീതകളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിൽ എനിക്കൊരു പടം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഏത് ബുക്കാണെങ്കിലും അങ്ങനത്തെ വേണ്ട. ജീവിതത്തിൽ ഇതുവരെ ഒരു ബുക്ക്, ബാലരമയും പൂമ്പാറ്റയാണെങ്കിലും പണ്ട് അത് മുതലാണെങ്കിലും കളിക്കുടുക്കിയൊക്കെ ഉള്ള സമയത്ത് അതുപോലും പൂർണ്ണമായി വായിക്കാത്ത വ്യക്തിയാണ്. സത്യമാണ് കേട്ടോ, വെറുതെ ഒന്നും പറയല്ല. സത്യമായിട്ട് പൂർണ്ണമായി വായിച്ചില്ല. അപ്പോൾ ഈ ഭഗവത്ഗീത കണ്ടപ്പോൾ നല്ല പടമാണല്ലോ. ഉള്ളിലിങ്ങനെ നോക്കിയപ്പോൾ ഓരോ സമയത്ത് ഓരോ പടങ്ങൾ ഇങ്ങനെ അപ്പോൾ ഏതോ ഒരു ചാപ്റ്ററിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഈശ്വരൻ പറഞ്ഞൊരു കാര്യത്തിന്, ഒരു ശ്ലോകത്തിനെയാണ് തോന്നുന്നത്, ഒരു ചാപ്റ്റർ, ഒരു പടമാക്കിയിട്ട് വെച്ചിരിക്കണം. അതായത് ഭഗവാൻ നിൽക്കണു, ഭഗവാന്റെ താഴെ ഒരു പട്ടി, ഒരു മനുഷ്യൻ, ഒരു പശു, എല്ലാം നിൽക്കണു, ഒരു രാജാവ്, എന്തൊക്കെയൊക്കെ നിൽക്കണു, എനിക്ക് ഓർമ്മയില്ല അതെന്ന്. പക്ഷേ എല്ലാവരുടെ ഹൃദയത്തിലും, എല്ലാവരുടെയും ആ ഹൃദയസ്ഥാനത്ത് ഭഗവാന്റെ ചിത്രം. അവിടെ വ്യത്യാസമില്ല. പട്ടിയും രാജാവും പശുവും മനുഷ്യനും ഒക്കെ എന്താണ്? ഈശ്വരനാണ്. ഈ തിരിച്ചറിവ് ഒറ്റത്. ഉള്ളിലൊരു നിറവാണ് ഇത് കാണുമ്പോൾ തന്നെ. എന്ത് വലിയ ജ്ഞാനമാണല്ലേ. വളരെ നന്നായിട്ട് അവർ ചിത്രീകരിച്ച്. ഇത് കാണാൻ പറ്റുമോ? ഇത് കാണാൻ പറ്റും. ഇത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖമുണ്ട്, ദുരിതമുണ്ട്, വേദനയുണ്ട്. ഇത് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ ആരോട് വേദന പോയി പറയാൻ? ഈശ്വരന്റെ ലീലയാണ്. പറയില്ലേ ഏതോ ഒരു പാട്ടില്, ഗുരുവായൂരപ്പ നിൻ ലീലയല്ലോ, അല്ലേ? യമുനയിൽ, എനിക്ക് പാട്ട് പോലും അറിയില്ല. നല്ല പാട്ടുകളാണ്, അല്ലേ?
അതുപോലെ ഈശ്വര, അത് നിന്റെ ലീലയാണ്. ഈ കാണുന്ന വ്യക്തികളെല്ലാം വ്യത്യസ്തനായി തോന്നിയാലും എൻ്റെ ശത്രുവും എൻ്റെ മിത്രവും എൻ്റെ ഭാര്യയും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടികളും എൻ്റെ വീട്ടിലെ പട്ടിയും ചട്ടിയും എല്ലാം, അതിലുള്ളതെല്ലാം നീ തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ അജ്ഞാനം കൊണ്ടും എൻ്റെ കർമ്മം കൊണ്ടും അതെനിക്ക് പിടികിട്ടുന്നില്ല. ഭഗവാനെ, ഒന്ന് രക്ഷിച്ച് അതൊന്ന് കാണിച്ചു തരണേ എന്ന് മനസ്സറിഞ്ഞ് സറണ്ടർ ചെയ്യണം. അങ്ങനെ അതാണ് ഒരു കൃപ എന്നൊക്കെ. കൃപ ഉണ്ടാകുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയും. ക്ഷമിക്കാനുള്ള നമ്മുടെ കഴിവ്. ക്ഷമിക്കേണ്ട ആവശ്യമില്ല. ആരാരോട് ക്ഷമിക്കാൻ എന്നാ ചോദിക്കുക. ആരാരോട് ക്ഷമിക്കാൻ? രമണ മഹർഷിയോട് രമണ മഹർഷിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു പെട്ടെന്ന് ഇങ്ങനെ, ഹൗ ടു ട്രീറ്റ് അതേഴ്സ്. എന്ത് ചോദിച്ചു? എങ്ങനെയാണ് മറ്റുള്ളവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുക? ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലായല്ലോ കാര്യങ്ങൾ. അതിൻ്റെ മലയാളം എനിക്കറിയില്ല. മലയാളം അറിഞ്ഞു സംഭവം ഏതാണ് വേർഡ് കിട്ടുന്നില്ല. അവരെങ്ങനെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്ന് ചോദിച്ചു. മറ്റു വ്യക്തികളെ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ ഈ ഗുരുക്കന്മാരൊക്കെ, രമണ മഹർഷി എന്ന് പറഞ്ഞ ആളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞവൻ വട്ടത്തിൽ വരും. അങ്ങനെയാണ്. ദർ ഈസ് നോ അതേഴ്സ്. മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇല്ല. ഒറ്റ വാക്കിൽ ഇവിടെ ഉള്ളത് ഏക ഈശ്വര ചൈതന്യം മാത്രം. ആരോട് പോയി കുറ്റം പറയാൻ? ആരോട് പോയിട്ട് കംപ്ലൈന്റ് പറയാൻ? ആരെ സ്നേഹിക്കാൻ? ആരെ വെറുക്കാൻ? മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് ആത്മീയതയിൽ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ഒരാൾ എന്നും ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്താണ്? അയാൾ കാണുന്നത് സകലതിലും ഈശ്വരൻ, സകല ചരാചരങ്ങളിലും ഈശ്വരൻ. ഇനി കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, ഉണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുന്നു. അങ്ങനെയുള്ളപ്പോൾ ഈ പറഞ്ഞ നിഷേധ വികാരങ്ങളൊക്കെ താനേ ഇല്ലാതാവും. താനേ ഇല്ലാതാവും എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നോ ഉദിച്ചു വരുന്നു, അതിലേക്ക് അസ്തമിക്കും. എവിടെ നിന്നാണ് ഉള്ളിൽ നിന്ന് വരുന്ന വെറുപ്പ് കാര്യങ്ങളൊക്കെ അജ്ഞാനമാണ്. ഈ അജ്ഞാനം ഇല്ലാതാവുമ്പോൾ ഇതിനൊന്നും ബലമില്ലാതാവും. അജ്ഞാനത്തിൽ നിന്നാണ് എല്ലാ നിഷേധ വികാരങ്ങളും വരുന്നത്. അജ്ഞാനത്തിൽ, വെറുപ്പിൽ നിന്നാണ് ദേഷ്യം വരുന്നത്, അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതെല്ലാം ഉള്ളിൽ നിന്നുള്ള വരുന്നത്. അപ്പം ആ സാധനം അവിടെ അജ്ഞാനം മാറി ജ്ഞാനമായി കഴിഞ്ഞാൽ ഇവർക്കൊന്നും നിലനിൽപ്പില്ലാതായി. ഇവരെല്ലാം അവരവരുടെ സ്ഥാനത്തേക്ക് പോയി. ബാക്കി നിൽക്കുന്നത് വളരെ ശുദ്ധ ചൈതന്യം, ശുദ്ധമായ സ്നേഹം, എല്ലാവരോടും, ലോകത്തോട്, സകല ചരാചരങ്ങളിൽ, ജീവിയോട്, എല്ലാത്തിനോടും സ്നേഹം. അതുകൊണ്ടാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ ഒരു ജീവികളെയും ഹേർട്ട് ചെയ്യാത്തത്. നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഇതിൽ ഒന്നിനെയും വേദനിപ്പിക്കാത്തത്. വെജിറ്റേറിയനിസം തന്നെ അതിൻ്റെ ആദ്യത്തെ പടിയാണ്. എന്താന്ന് അറിയാമല്ലോ? അഹിംസ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈശ്വരനെയാണ്. എന്നോടൊരാൾ മറ്റേ എന്നോടിങ്ങനെ യൂട്യൂബ്, അയാൾ പറഞ്ഞു എന്നോട്, നല്ല മനുഷ്യനാട്ടോ ആള്, ഇങ്ങനെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ എന്താ യൂട്യൂബിൽ കാണുക ചോദിച്ചപ്പോൾ ഇയാൾ എന്തോ ഒരു സ്പീച്ച് ഉണ്ടോ കേൾക്കുകയാണ്, ഈശ്വരൻ. അതിപ്പോൾ ഞാൻ വലിയ വിഷ്ണു ഭക്തനാണെന്ന് ആൾ പറഞ്ഞു കേട്ടോ. അപ്പം ശരി, ആയിക്കോട്ടെ, ശരി, എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്, വളരെ വിഷ്ണു ഭക്തനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറെ കൂടെയുള്ള അയാൾക്ക് അയാളുടെ സ്വഭാവം അറിയാം. അപ്പോൾ ഇന്നലെ എന്താ കഴിച്ചത് ചോദിച്ചപ്പോൾ ബീഫ്. എന്താണ്? ബീഫ് കറിയും പൊറോട്ടയും എന്തോ കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റാളിരുന്ന് കമൻറ്റ്, രാവിലെ വിഷ്ണുവിൻ്റെ ഭക്തിയും വൈകുന്നേരം വിഷ്ണുവിൻ്റെ വാഹനത്തിനെ കട്ട് ചെയ്ത് കഴിക്കലുമാണ് പണിയുന്നത്. അപ്പോൾ ഭക്തി എന്നത് ശരിയായ രീതിയിൽ അറിയണം. മനസ്സിലായോ? ഇപ്പം ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, അപ്പം ഈ സഗുണ പൂർണ്ണമായ ആ ജ്ഞാനത്തോടെ കൂടെ വരുന്ന ഭക്തി, അതിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഞാൻ വേറെ, അതൊരു മാട്, ഇതൊരു കാള, ഇതൊരു പോത്ത്, ഇത് മനുഷ്യൻ എന്നൊക്കെ, ഇത് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. വിവേകമില്ലായ്മയാണ്. അവിടെ പൂജാരിയും ഇല്ല, ഭഗവാനും ഇല്ല, അതായത് ഭക്തനും ഇല്ല. അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ പൂജാരിക്ക് കൂടുതൽ ക്രെഡിറ്റ്. എപ്പോഴും അമ്പലത്തിൽ ഭഗവാന്റെ ചുറ്റും നിൽക്കുന്ന ആളല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ഇതൊന്നും, എല്ലാം അവിടെ ഉള്ളത് ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയണം. അപ്പോൾ അതിനെന്ത് ചെയ്യണോ?
യെസ്, ഇങ്ങനെ ജപങ്ങളും ധ്യാനങ്ങളും ചാൻഡിങ് എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് പക്വമാകുന്നു, പാകമാകുന്നു, ഈ സത്യം തിരിച്ചറിയാനുള്ള പാകത വരുന്നു. അങ്ങനെ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും നിലനിൽക്കും, വന്നു ചേരുന്നു. എന്ത് മനോഹരമായിട്ടല്ലേ പറഞ്ഞിരിക്കണല്ലേ? ആണോ അല്ലയോ? ഇപ്പൊ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം അതുകൊണ്ട് ഇങ്ങനെ പാടി നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ പുതിയ കുറച്ച് മെമ്മറി സെൽസിൽ ഈ ഇൻഫർമേഷൻ കയറി, അല്ലാതെ വേറെ ഒന്നും ആയില്ല. ഭഗവത്ഗീതയിൽ അദ്വേഷാം സർവഭൂതാനാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാ ശ്ലോകവും പഠിച്ചു. പക്ഷേ ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം മനസ്സിലായിട്ടില്ലെങ്കിൽ വേറെ ഒരാൾ ഭഗവത്ഗീത പറഞ്ഞാലും നമ്മൾ കേൾക്കില്ല. അർത്ഥം എനിക്കറിയാം എന്ന് വിചാരിക്കും. ഈ മെമ്മറി സെല്ല് ഇതിങ്ങനെ കടന്നിട്ട് പോയി മരിക്കുകയും ചെയ്യും. ഇതിനെടുത്ത് എന്താണ് ഈ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിൻ്റെ അർത്ഥം, എന്താണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഉദ്ദേശിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് ലാഭം? ഒരു ജീവികളോടും സർവ അദ്വേഷാം സർവബോധാനം മൈത്രക്കരുണ ഏവച്ച അല്ലേ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. മൈത്രി ഭാവം, സൗഹൃദമായിരിക്കണം, കരുണ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞു. ഇതുകൊണ്ട് എന്ത് ലാഭം? ഞാനിപ്പം അവിടെയാണ് ആത്മീയമായ പുരോഗതി സംഭവിക്കുക, ജീവിതത്തിൽ പൂർണ്ണതയിലേക്ക് എത്താൻ ഒരു ആത്മാവിനെ സഹായിക്കുക എന്നുള്ളത്. ആ പൂർണ്ണമായിട്ട് വികാസം സംഭവിക്കാൻ ഇത് സഹായിക്കണം നമ്മളെ. ഇങ്ങനെയുള്ള ജ്ഞാനം, ശരിയായ അറിവ്, ശരിയായ തലത്തിൽ ഇതിനെ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇതൊരു ഭാരമാണെന്നാ പറയാം. എന്താണ്? ഇതൊരു ഭാരമാണ് എന്നുള്ള പറയാം. കുറേ പഠിച്ച് തലയിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മെമ്മറിയുടെ ചില ആൾക്കാരെ നമ്മൾ കണ്ടു. സ്കൂളിലൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം, നന്നായി പഠിക്കുന്ന കുട്ടികളെ ടീച്ചർക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ടീച്ചർമാർക്ക്, അയ്യോ ടീച്ചർമാരാരും ഇല്ലല്ലോ. എനിക്കറിയുന്ന പഠിപ്പിസ്റ്റുകളൊക്കെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അന്ന് പഠിച്ച തിയറി ഓർമ്മയുണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പം മെമ്മറി കപ്പാസിറ്റി ഉള്ള ആളുകളെ ഇയാൾക്ക് എല്ലാം അറിയും എന്ന് അദ്ദേഹത്തിനെല്ലാം അതല്ല. അതിൽ നിന്ന് ജ്ഞാനം കിട്ടിയോ? ഈ പഠിച്ചതിൽ നിന്ന് ജ്ഞാനം കിട്ടിയോ? അത് ജീവിതത്തിൽ ഉപയോഗപ്രദമായോ? അല്ലെങ്കിൽ അതൊരു ഇൻഫർമേഷനാണ്. എന്താണ്? ഇതൊരു ഇൻഫർമേഷനാണ്. വല്ല ഗീതാ പാരായണ ക്ലാസ്സിൽ നമുക്ക് ഫസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ ഗീത അവതരിപ്പിക്കുന്ന ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടും, സ്റ്റേജ് ഷോകളിൽ കലോത്സവത്തിലൊക്കെ നന്നായിട്ട് കിട്ടും, ചിലപ്പോൾ അമ്പലത്തിലൊക്കെ കയ്യടി കിട്ടും. പക്ഷേ ദുഃഖം വരുമ്പോൾ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കും. ജീവിതത്തിൽ ദുഃഖവും ദുരിതവും വേദനയൊക്കെ വരുമ്പോൾ ഈ ഭഗവത്ഗീതയൊന്നും ഉപയോഗമാവില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളണം. ഇതെന്താണ് പറഞ്ഞ് ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി അതിന് വേണ്ട തക്കതായ സാധന അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ഇത് ഞാൻ പ്രവർത്തിച്ച് സ്വാധ്യായത്തിലൂടെ ഞാനിത് മനസ്സിലാക്കി പതുക്കെ പതുക്കെ വരുമ്പോൾ എന്ത് ചെയ്യണു? അങ്ങനെ ജീവിതത്തിൽ പ്രകാശം വരും. അങ്ങനെയാണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് വരിക എന്നൊക്കെ പറഞ്ഞ പ്രതിഭാസം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പഠിച്ച ജ്ഞാനവും നമ്മുടെ ജീവിതത്തിലെ പറഞ്ഞ മനസ്സിൻ്റെ ഈ സ്ഥിതികളെല്ലാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ശരിയായ ദർശനം കിട്ടാനും ഇതിനൊക്കെ സഹായിക്കുന്ന കാര്യമാണ് ഈ സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഈ ആത്മീയമായ പ്രോസസ്സുകൾ. ഇതിൽ ഏറ്റവും ഉത്തമമായി നിൽക്കുന്നത് ജപം എന്ന് പറയുന്നു. ജപം ഗുരുജി എപ്പോൾ നോക്കിയാലും എത്ര വീഡിയോയിലല്ലേ ജപിക്കുമോ നമഃശിവായ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ജപിക്കുമോ നമഃശിവായ. സുദർശനക്രിയ അതുപോലെ ഡെയിലി ചെയ്യരുത്. ഡെയിലി ഫുൾ ലോങ് ക്രിയ, അല്ലെങ്കിൽ എപ്പോഴും സമയം കിട്ടുമ്പോൾ പോയി സുദർശനക്രിയ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? സുദർശനക്രിയ ഡെയിലി ഷോർട്ട് ക്രിയ ഒരു പ്രാവശ്യം ചെയ്യാം, ആഴ്ചയിൽ ഒരു പ്രാവശ്യം ലോങ് ക്രിയയും ചെയ്യാം. ശരി, എൻ്റെ അജ്ഞാനമൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു സുദർശനക്രിയ ഉച്ചക്കൊന്ന് ചെയ്ത് വൈകുന്നേരം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കിളി പോവും. ചില ആളുകൾ എന്നോട് CD ചോദിച്ചിട്ടുണ്ട്, തരുമോ കാസറ്റ് തരുമോ? നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ ചെയ്യാമല്ലോ, അതിൻ്റെ കോപ്പി ഒന്ന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ്സിലൊക്കെ. കഴിഞ്ഞിട്ട് പോകുമ്പോൾ തരാട്ടോ. അപ്പോൾ അതുപോലെ സൂത്രപ്പണിയിലൊന്നും നടക്കില്ല. അത് ഗുരുജി പറഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്തതുപോലെ ചെയ്യണം. എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ് ജപം. എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് എന്താ പറയുക, പ്രത്യേകമായിട്ട് നമുക്ക് അതിന് ഒരുങ്ങാനോ ഒന്നും ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ജപം വളരെ ഉത്തമമായ കാര്യമാണെന്ന് പറയാം.
അത് ഈ കലിയുഗത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് ജപിക്കാനായിട്ട് തയ്യാറാവാം. മുഖത്തൊരു പുഞ്ചിരിയോടെ നട്ടല് നിവർത്തി വെച്ചിരിക്കാം. ഓക്കെ, ശരി. കണ്ണുകൾ അടച്ചു വെച്ചിരിക്കാം. ഓം നമഃ ശിവായ. 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 ഓം നമഃ ശിവായ.
ॐ नमः शिवाय 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 ॐ नमः शिवाय
ഓം നമഃ ശിവായ. കണ്ണുകൾ അടച്ചു വെച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനം ചെയ്യാവുന്നതാണ്.
സാവധാനം ചുറ്റുപാടിലും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. ഒരു ദീർഘ ശ്വാസം ഉള്ളിലേക്കെടുക്കാം, പൂർണ്ണമായി പുറത്തേക്ക്. കായേന വാചാ മനസേന്ദ്രിയേ വാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോമി യത് സകലം പരസ്മൈ ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. സർവം ഗുരുദേവ പാദേഷു സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കണ്ണുകളടഞ്ഞ് തന്നെ ഇരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ സകല ചരാചരങ്ങളുടെ നന്മയ്ക്കും ഈശ്വര സാക്ഷാത്കാരത്തിനും വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കാവുന്നതാണ്. പൂർണ്ണമെന്ന് തോന്നുമ്പോൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ തുറക്കാം. ജയ് ഗുരുദേവ്. ഇന്ന് കമലാവതി ആൻറ്റി കയറിയിട്ടില്ലേ? കയറിയിട്ടില്ല. ഓക്കെ. പക്ഷേ വീഡിയോ കാണുന്നുണ്ട് പറഞ്ഞു യൂട്യൂബിൽ. ഓക്കെ, ജയ് ഗുരുദേവ്. കാണാം.